നമ്മുടെ അടിപൊളി ഓട്സ് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റായി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിമ്പിൾ റെസിപ്പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി പായസമാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി പായസം. ഓട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പായസത്തിൽ ശർക്കര ഉരുക്കി ചേർത്തിട്ട് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്താണ് ഓട്സ് പായസം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്സ് പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1/2 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഓട്സ് ഞാൻ ചെറുതായിട്ടൊന്ന് തരിയാക്കി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തരിയായിട്ട്, ഒരുപാട് പൊടിഞ്ഞു പോകരുത് കേട്ടോ. കുറച്ച് തരിയായിട്ട് കിടക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ പഞ്ചസാര 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിരിക്കുന്നത്. പിന്നെ 2 കപ്പ് പാല്. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഈ 3 ഇൻഗ്രീഡിയൻസ് മതി ഈ പായസം ഉണ്ടാക്കാനായിട്ട്. അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം വേണം കേട്ടോ. നല്ല കട്ടിയുള്ള പാത്രം എടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ക്യാരമലൈസ്ഡ് ഫ്ലേവറിൽ കിട്ടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതായിട്ട് കരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ്ലി മാറിപ്പോവും. അതുകൊണ്ട് കറക്റ്റായിട്ട് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചൂട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. അപ്പോൾ ആദ്യം തീ ഓൺ ചെയ്തിട്ട് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. പഞ്ചസാര ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കണം. കട്ടിയായിട്ട് കിടക്കരുത്, ഒരു ലെയർ പോലെ കിടക്കണം. ഇതൊരു മീഡിയം തീയിൽ വേണം ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തീ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കാരമലൈസ്ഡ് ആവില്ല, അതൊരു ക്രിസ്റ്റലൈസ്ഡ് ആയിപ്പോയും. അതുകൊണ്ട് ഉരുകില്ല പഞ്ചസാര. അപ്പോൾ ഉരുകാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം തീയിൽ വേണം. തീ കൂടിപ്പോയാൽ വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ഒരു മീഡിയം ഹീറ്റിൽ പഞ്ചസാര കാരമലൈസ്ഡ് ആയി വരുന്ന ആ ഒരു ചൂടിൽ വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിങ്ങനെ പഞ്ചസാര ഇതിൽ ഇട്ട് വെച്ചിട്ട് അങ്ങ് വെച്ചേക്കുക. അത് പതുക്കെ ഉരുകി വന്നോളൂ. നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, തനിയെ അത് ഉരുകി വന്നോളൂ. ഇതിപ്പോൾ ചെറുതായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ അധികം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചസാര ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉരുകാതെ കിടക്കുന്ന പഞ്ചസാര ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങോട്ട് ഉരുകി ചേർന്നോളൂ. കുറച്ചുകൂടി വട്ടം കുറഞ്ഞ പാത്രത്തിലാണ് ഇത് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. ഇതെൻ്റെ ഇത്തിരി വട്ടം കൂടിയ പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിപ്പോയത്. ഇതിപ്പോൾ കറക്റ്റ് ക്യാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി കരിയാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് കളർ വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടുമില്ല, എന്നാൽ നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഈ ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരമൽ ഫ്ലേവർ കിട്ടുള്ളൂ. ഇപ്പം നമ്മളുടെ ഷുഗർ കറക്റ്റായിട്ട് ക്യാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിക്കാം. ഇനി തീ ഓൺ ചെയ്യാൻ പോകണം. ഇപ്പോൾ ആ ക്യാരമൽ ഇതിൻ്റെ ഉള്ളിൽ സോളിഡായിട്ട് പോയിട്ടുണ്ട്, പക്ഷേ അത് പാലിൽ കിടന്നിട്ടത് അലിഞ്ഞോളൂ. ഇനി നമ്മളൊരു മീഡിയം തീയിലിട്ടിട്ട് പാല് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹാർഡായിട്ട് കിടക്കുന്ന ആ ക്യാരമൽ ഉരുകി വരണം. അതിന് വേണ്ടിയിട്ടാണ്. പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ ക്യാരമലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഷുഗർ ഉരുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടിൽ അത് ഉരുകി പാലിലേക്ക് അങ്ങോട്ട് യോജിച്ചോളൂ. ഈ ക്യാരമൽ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പായസത്തിന് മാത്രമല്ല, വേറെ ഒരുപാട് നമ്മൾ സ്വീറ്റ് ഡിഷുകളിൽ ചേർക്കാൻ പറ്റുന്ന ഒരു ഫ്ലേവറാണ്. ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു ഐസ്ക്രീം കഴിക്കണമെങ്കിൽ, ഏത് ഫ്ലേവർ ഐസ്ക്രീം ആണെങ്കിലും ആ ഐസ്ക്രീമിൻ്റെ പുറത്തൂടെ കുറച്ച് ക്യാരമൽ സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറൊരു ലെവലിലേക്ക് ആയിപ്പോഴും. അത്രയും നല്ലൊരു ഫ്ലേവറാണ് ഈ ക്യാരമൽ ഫ്ലേവർ എന്ന് പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് ക്യാരമൽ ഫ്ലേവർ എന്ന് പറയുന്നത്. ഇപ്പോൾ കട്ടിയായിട്ട് അടിയിലുണ്ടായിരുന്ന ക്യാരമൽ ഉരുകി ഇതേ പാലിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. പാലിൻ്റെ കളറ് മാറി വരുന്നുണ്ട്, കണ്ടോ. പിന്നെ ഒരു കാര്യം, ഈ കാരമലൈസ് ചെയ്ത ഷുഗറിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ പാല് മൊത്തം മുഴുവൻ അങ്ങോട്ട് ഇതിലേക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ അതൊരിക്കലും പിരിയാറില്ല. എന്താണ് അതിൻ്റെ പുറകിലെ സയൻറ്റിഫിക് ടെക്നിക്ക് എന്താണെന്ന് അറിയില്ല, എന്നാലും ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും പിരിയാറില്ല. അതിപ്പോൾ കണ്ട ഞാനിപ്പോൾ ഒഴിച്ചതുപോലെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് പാല് മുഴുവൻ ഒരുമിച്ചങ്ങ് ഒഴിക്കുമ്പോൾ പിരിയാറില്ല. പക്ഷേ പാല് കുറേശ്ശെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുമിച്ച് ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോഴത്തെ ഞാൻ ഒഴിച്ച പാൽ ഒട്ടും പിരിഞ്ഞിട്ടില്ല. കാരമലൈസ്ഡ് ആയ ഷുഗറുമായിട്ട് നന്നായിട്ട് യോജിച്ച് ഇതേ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഓട്സ് ചേർക്കാം. ഓട്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാട് തീ വേണ്ട കേട്ടോ, മീഡിയം തീ മതി. മീഡിയം തീയിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിയിൽ കരിയും. പിന്നെ ഓട്സ് വെന്ത് വരുന്നതോറും അത് കുറുകി വരും, അപ്പോൾ അടിയിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ടാവും. 1 മിനിറ്റ് കൊണ്ട് തന്നെ അതേ ഓട്സ് നന്നായിട്ട് കുറുകി വന്നു തുടങ്ങി. ഒരു കുറച്ച് സമയം വേണമെങ്കിൽ 1 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്നുകൂടെ കുറുക്കിയെടുക്കാം. അപ്പം നല്ല ആ കുറുകിയ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ 2.5 കപ്പ് പാല് ചേർത്താലും കുഴപ്പമില്ല. കാരണം ഇത് ഓട്സ് കുറച്ച് ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകി വരും. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള പായസമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു 2.5 കപ്പ് പാല് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ അതേ ഓട്സ് വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഞാനിതിന് ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിന് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു ട്രഡീഷണൽ പായസത്തിൻ്റെ ഒരു ടച്ച് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് നട്ട്സ് വറുത്തതൊക്കെ ചേർക്കാമെന്നുള്ളത് ഓപ്ഷണലാണ്. പക്ഷേ ഞാനത് ഇടാൻ പോവാണ് കേട്ടോ. ഒരു കുറച്ച് ഏലക്കാപ്പൊടി വിതറാണ്. ഇനി ഒരു കുറച്ച് നട്ട്സും കൂടെ ഇതിൽ നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു ട്രഡീഷണൽ പായസത്തിൻ്റെ ഒരു കംപ്ലീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോകും. ഇത് കാഷ്യൂ നട്ട്സും ബദാമുമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വറുത്ത് ചേർക്കാം. നമ്മുടെ അടിപൊളി ഓട്സ് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റായി. അടിപൊളി സൂപ്പർ പായസമാണ്. എല്ലാവരും ഈ വിഷുവിൻ്റെ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.